ഇനിയുള്ള എല്ലാ PSC പരീക്ഷകൾക്കും NCERT കൂടി നോക്കണം SCERTക്കൊപ്പം. അപ്പോൾ NCERT തീർച്ചയായിട്ടും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണോ? അതിൻ്റെ ആവശ്യമില്ല. സിലബസ് അനുസരിച്ചിട്ട് ഏതൊക്കെ പോർഷൻസ് ഉണ്ടോ അത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് മെയിൻസിന് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 6 മുതൽ +2 ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സാണ്. സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് സോഷ്യൽ സയൻസ് 6ാം ക്ലാസ്സാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സിവിക്സ് ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ബുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ തന്നെ സോഷ്യൽ സയൻസ് എന്ന് വിളിക്കും. അപ്പോൾ അതിനകത്ത് ഒരു ജോഗ്രഫി ചാപ്റ്റർ, 2 സിവിക്സ് ചാപ്റ്റർ, ഒരു ഹിസ്റ്ററി ചാപ്റ്റർ. ആ ഹിസ്റ്ററി ചാപ്റ്റർ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് 7ാം ക്ലാസ് ആണ്. 7ാം ക്ലാസ്സിലെ ഒരു ജോഗ്രഫി ചാപ്റ്റർ, 3 ഹിസ്റ്ററി ചാപ്റ്റർ, ഒരു സിവിക്സ് ചാപ്റ്റർ. ഇത്രയും. സിവിക്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചില പ്രസ്താവനകളായിട്ട് തരുന്നത് ഈ NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് തന്നെ നോക്കണം. അടുത്തത് 8ാം ക്ലാസ് എടുക്കുവാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. ജോഗ്രഫി ഒരു ചാപ്റ്റർ, സിവിക്സ്, പിന്നെ ഹിസ്റ്ററീൻ്റെ 2 ചാപ്റ്റർ. ദെൻ 9ാം ക്ലാസ് ആണെങ്കിൽ 9ാം ക്ലാസ്സിൽ ജോഗ്രഫിയുടെ 2 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കണം. സിവിക്സിൻ്റെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഈ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു NCERT ക്ലാസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ത്രൂ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. NCERTയുടെ കംപ്ലീറ്റ് കോഴ്സാണ്. NCERT 6 മുതൽ +2 വരെയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പോർഷൻസും പഠിപ്പിക്കും. കൂടെ മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട് തരും. അതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്ക് തരും. സോഷ്യൽ സയൻസ്, സയൻസ്, മാത്സ് ഈ ഭാഗത്ത് നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഈ 8 ചാപ്റ്റേഴ്സാണ്. അതിനകത്ത് 2 ഹിസ്റ്ററി ചാപ്റ്റേഴ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, 2 ജോഗ്രഫി ചാപ്റ്റർ, 2 സിവിക്സ് ചാപ്റ്റർ. ഈ 10ാം ക്ലാസ്സിൽ 2 എക്കണോമിക്സ് ചാപ്റ്റർ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബേസിക് ആണ്, അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് NCERT പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് വേണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയാകും. ഇനി 12th ക്ലാസ് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കണം. ഹിസ്റ്ററി ആണെങ്കിൽ ഉണ്ട്, ജോഗ്രഫിന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസിന്നുണ്ട്, എക്കണോമിക്സിന്നുണ്ട്. അതേ സെയിം തന്നെയാണ് +2ൻ്റെ കേസ് വരുമ്പോഴും. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് ഇത് കംപ്ലീറ്റും പഠിച്ചാൽ മാത്രമേ സോഷ്യൽ സയൻസ് ടോപ്പിക്സ് ആവത്തുള്ളൂ. അതൊരു മെജോറിറ്റി സിലബസ് തന്നെ, അതായത് സിലബസിലെ മെജോറിറ്റി മാർക്ക് നമുക്ക് ഇതുവഴി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് NCERTൻ്റെ കോഴ്സ് എടുക്കാം. ഫെബ്രുവരി 13 മുതലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മാസത്തെ കോഴ്സാണ്. കോഴ്സിന് ഒറ്റ ഫീ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.